അപ്പോൾ നമ്മൾ ഫേസിൻ്റെ ഏകദേശം കളേഴ്സൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇനിയും നമ്മൾ ലെയേഴ്സ് ചെയ്യും, ഇനിയും ഡീറ്റെയിലിംഗ് ചെയ്യും, ഒരുപാട് പണിയുണ്ട്. ഇതുപോലെ തന്നെ ഫേസ് ഇപ്പോൾ ഈ ഒരു ലെയർ കംപ്ലീറ്റ് ആയില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ലിപ്സിൻ്റെ ഈ ഒരു ലെയർ കംപ്ലീറ്റ് ആക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇപ്പോൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ ലിപ്പൊക്കെ ഭയങ്കരമായിട്ട് പൊന്തി നിൽക്കണ പോലെ, എന്താ മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നും. അപ്പോൾ നമുക്ക് ലിപ്സ് കളർ ചെയ്ത് നോക്കാം, പെയിൻറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിലപ്പോൾ ഇതിൻ്റെ സൈസ് കൂട്ടുക കുറയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. കാരണം എനിക്കിപ്പോൾ തോന്നുന്നു മൂക്ക് കുറച്ച് സൈസ് വലുതാവുന്നുണ്ട്. അപ്പോൾ ലിപ്പ് നമുക്ക് വരച്ച് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ മൂക്കും ലിപ്പും ഭയങ്കര വലുതാണെങ്കിൽ ഈ ഒരു പോർഷൻ കുറച്ചുകൂടി ഇങ്ങോട്ട് കയറ്റിട്ട് കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും. നമുക്ക് ലിപ്പ് വരച്ച് കഴിഞ്ഞാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ചുരുക്കം ലിപ്പ് വരച്ച് നോക്കാം. ലിപ്പ് ചെയ്യാനായിട്ട് നേരത്തെ മിക്സ് ചെയ്ത ആ ഒരു സ്കിൻ ടോൺ ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പം ഞാൻ ഈ റെഡിൻ്റെ കളേഴ്സ് മിക്സ് ചെയ്യുന്നുണ്ട്. കാഡ്മിയം ഓറഞ്ചും ക്രിംസൺ ലേക്കും മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബേൺസീനും കൂടി ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുന്നുണ്ട്. ലിപ്സിൽ ഡാർക്കായിട്ടുള്ള പോർഷൻസാണ് ആദ്യം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് ആൻഡ് ഷേഡോ കറക്റ്റ് ചെയ്തെടുക്കുക, ആ ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിപ്സിൻ്റെ മുകളിൽ കുറേ പാറ്റേൺസ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ ലാസ്റ്റേ ചെയ്യുള്ളൂ. പിന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്, കാരണം സൈസ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് വരാം, നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാം, ഇനി എന്താ ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാത്ത അവസ്ഥ വരാം. നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്നില്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് വേറെ ഡിഫറെൻറ്റ് ആംഗിളിൽ നോക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. ഞാൻ ബേസിക് ലിപ് കളർ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്, കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും പോകുന്നില്ല. ആക്ച്വലി എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഈ ഒരു ഇവിടെ ഒരു ബ്ലാക്ക് സംഭവം കണ്ടോ, അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഇവിടെ നല്ല ലൈറ്റ് ടോണാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ലിപ്പ് വലുതായ പോലെ ഒരു ഫീല് ഉള്ളത്. അപ്പോൾ ആ ഒരു പോർഷൻ റിമൂവ് ചെയ്യാം. ആ ഒരു ഔട്ട്ലൈൻ നമ്മുടെ റെഫറൻസ് പിക്ചറിലില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ലിപ്പ് കുറച്ചും കൂടി നല്ല രീതിയിൽ ബെറ്ററായി വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ആ പിക്ചർ പുരോഗമിക്കുക. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും, കുറേ കാര്യങ്ങൾ പഠിക്കും, പുതിയ പുതിയ ടെക്നിക്കുകൾ നമ്മൾ തന്നെ കണ്ടെത്തും. അപ്പോൾ നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ കഴിവിനെ ഒരു സ്വയം കണ്ടെത്തലായിട്ട് ആർട്ട് എന്നുള്ള പ്രോസസ്സ് പതുക്കെ പതുക്കെ മാറും. സത്യം പറഞ്ഞാൽ നമ്മളെ തന്നെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് ആർട്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ ഒക്കെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സ്. ഇപ്പോൾ ഈ ലിപ്പിൻ്റെ ഈ ഒരു ഭാഗം എനിക്കൊന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. മുകളിലത്തെ ലിപ്സ് താരതമ്യേന ഡാർക്കും താഴത്തെ ലൈറ്റുമാണ്. നമുക്കത് അങ്ങനെ തന്നെ ചെയ്യാം. ലൈറ്റ് കളറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ. നേരത്തെ നമ്മുടെ സ്കിൻ ടോൺ യൂസ് ചെയ്ത പിങ്കിൻ്റെ ഒപ്പം നമ്മുടെ ആ ഒരു കളർ മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യാം. ഇവിടെയും ഒരു ഔട്ട്ലൈൻ ഉണ്ടോ, അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ലിപ്പ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഫേസ് ഏകദേശം ഒരു സ്ട്രക്ചറൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഡ്രോയിങ്ങിൽ ഒരു കോണ്ടൂർ ഹാച്ചിങ് എന്നുണ്ട് പരിപാടി പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഷെയ്ഡിങ് വീഡിയോസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ടെക്നിക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ലോവർ ലിപ്പ്. ആ ലിപ്പിൻ്റെ ഷേപ്പ് എന്താണോ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ലൈൻസ് ഇട്ടിട്ട് പെയിൻറ് ചെയ്യും. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് പോലെ നമുക്ക് ഒറിജിനാലിറ്റി ആയിട്ട് തോന്നും. കോണ്ടൂർ ഹാച്ചിങ്ങിൽ നമ്മൾ അങ്ങനെ തന്നെയാണ്, പെൻസിൽ വെച്ചിട്ട് ലൈൻസ് ഇട്ടിട്ട് ആ ഒരു വസ്തുവിൻ്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് സെയിം പെയിൻറ്റിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഇനിയിപ്പോൾ ഇത്രയും സൈസ് വേണ്ട ലോവർ ലിപ്പിന്, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയണം. പിന്നെ മുകളത്ത് വേറെ കുഴപ്പമില്ല, കുറച്ച് ഷാഡോസൊക്കെ കയറ്റാനുണ്ട്, നമുക്ക് ചെയ്യാം. ഇപ്പോൾ ലിപ്പിൻ്റെ ആദ്യത്തെ കോട്ടിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ നമുക്ക് തോന്നി തുടങ്ങി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഫേസിൻ്റെ ചുറ്റുമുള്ള ആ ഒരു സംഭവം കറക്റ്റ് ചെയ്യും. പിന്നെ ചുണ്ടൊന്ന് എന്താണ് ഡീറ്റെയിലിങ് ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പ്.
നമുക്കത് ചെയ്യാം. ബേൺസീനെ തീർന്നു, അതിൻ്റെ പരിപ്പിളക്കി. എനിക്ക് തോന്നുന്നു ഒരു ബിഗ് ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്യാം, എളുപ്പത്തിൽ കറക്റ്റ് ചെയ്യേണ്ട സാധിക്കും. എവിടെയൊക്കെ ഏതൊക്കെ ബ്രഷ് ചൂസ് ചെയ്യും എന്നുള്ളൊരു സംഭവം നമുക്ക് ഇതുപോലെ ഒരുപാട് പെയിൻറ്റിങ് ചെയ്ത എക്സ്പീരിയൻസ് വരുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ്. ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അതായത് നല്ല റിയലിസ്റ്റിക് ആയിട്ടൊരു ലിപ്പ്. ഇതിൻ്റെ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പ്രൈം ഫോക്കസ് പോയിന്റ് ഈ ഒരു ലിപ്സാണ്. അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യണം. ലിപ്പിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാം. ലിപ്പിൽ ആവശ്യമുള്ള കളേഴ്സ് നേരത്തെ മിക്സ് ചെയ്ത് വെക്കാനായിട്ട് പോവാണ്. നേരത്തെ സ്കിൻ ടോൺ മിക്സ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ, സെയിം പരിപാടി. ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട്, ഈ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ കോമ്പിനേഷൻസ് ഓഫ് കളേഴ്സ് ഈ ഒരു പാലറ്റിൽ മിക്സ് ചെയ്യാൻ പോവാം. നമുക്ക് ഈ ഒരു പാലറ്റിൽ മിക്സ് ചെയ്യാം, കാരണം ഈ ഒരു പാലറ്റ് യൂസ് ചെയ്ത് നമുക്ക് കളേഴ്സ് ഒന്നും അറിയാൻ പറ്റില്ല. ഓൾറെഡി കുറേ ലേയേഴ്സ് മിക്സ് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള ഒരു പാലറ്റാണ്. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ എടുക്കുന്ന കളേഴ്സ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു കളർ എന്തായാലും വേണം. നമുക്കതൊന്ന് അങ്ങോട്ടേക്ക് എടുത്ത് വയ്ക്കാം. സ്കിൻ ടോണായിട്ട് മാച്ച് ആയിട്ടുള്ളൊരു കളറാണിത്. അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് ഈ ഓറഞ്ചിഷ് കളറ്, കാഡ്മിയം ഓറഞ്ച്, ക്രിംസൺ ലേക്ക്, പിന്നെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് എന്തിനാന്ന് വെച്ചാൽ ഡാർക്ക് ഉള്ള പോർഷൻസ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ആദ്യം കാഡ്മിയം ഓറഞ്ചിൻ്റെ ഒരു പോർഷൻ കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. കാഡ്മിയം ഓറഞ്ച് കുറച്ച് ക്രിംസൺ ലേക്കും ഓറഞ്ചിഷ് ആയിട്ടുള്ള ലിപ്പിൻ്റെ പോർഷൻസ് ചെയ്യാനായിട്ട്. ഈ ഒരു പോർട്രേറ്റ് പിങ്ക് അതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ടോണിന് മാച്ചായിട്ട് നമുക്ക് സംഭവം കിട്ടും. അതുപോലെ അതിനോട് മാച്ചായിട്ടുള്ള ഡാർക്ക് റെഡിൻ്റെ ഒരു പോർഷൻ ഇവിടെ ഉണ്ട്. അത് 2 ഡാർക്ക് ബ്ലാക്കിൻ്റെ ഒരു പോർഷൻ, 3 പിന്നെ നമ്മൾ പീഡിപ്പിച്ച് അവശനാക്കിയ നമ്മുടെ എന്താണ് ബേൺസിയന. അയ്യോ, അടുത്ത ദിവസം പോയിട്ട് ബേൺസിയനയുടെ വലിയൊരു ട്യൂബ് വാങ്ങണം. കാരണം ഇങ്ങനത്തെ ബിഗ് പെയിൻറ്റിങ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 120 ml ട്യൂബ് അല്ലെങ്കിൽ വേറെ പാത്രത്തിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞാനത് വാങ്ങിച്ചു, ഒരു സാമ്പിൾ ഞാൻ അടുത്ത തവണ വാങ്ങിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനത്തെ വാങ്ങാം, അല്ലെങ്കിൽ മറ്റേ ബോട്ടിൽ എന്നല്ല അതിന് പറയാം, അതിനെന്താ പറയുക, ആ ഒരു പാത്രം പോലത്തെ സംഭവം, അതിൻ്റെ അകത്ത് പെയിൻ്റ് ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എത്രയാ 40 ml ആണ്. ഇത് പെട്ടെന്ന് തീരും ബിഗ് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് തന്നെയാണ് നല്ലത്, അത് വാങ്ങാം. ബേൺസിയന ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു കളറാണ്. ഇപ്പോൾ ഇവിടെ ബേൺസിയനും കൂടി മിക്സ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഈ റെഡ് നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്, തിരുമ്പ് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ അധികം കളേഴ്സ് എടുത്ത് മിക്സ് ചെയ്തിട്ടില്ല, വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ നമുക്ക് കളേഴ്സ് ബേൺസിനയുടെ ലഭ്യത കുറവാണ്, അതൊരു ഇഷ്യൂ ആണ്. ഓക്കെ, നമുക്ക് ചെയ്ത് കൊടുക്കാം. കളേഴ്സൊക്കെ ആയി. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു ഇത്തിരി ബ്ലൂ കൂടെ വെച്ചേക്ക്. കാരണം ലിപ്പിൻ്റെ താഴെ ഭാഗത്ത് ബ്ലൂവിൻ്റെ ചെറിയൊരു ബ്ലൂയിഷ് റെഡ് ഞാൻ കാണുന്നുണ്ട്. അത് മിക്സ് ചെയ്യാനായിട്ട് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ കുറച്ച് വൈറ്റ് ഇവിടെ നിന്ന് എടുത്ത് വെച്ചേക്കാം. കാരണം ഇതൊക്കെ കുറച്ച് ഡാർക്കായി പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വൈറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് കളർ ലൈറ്റ് ആക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ പാലറ്റ് സെറ്റാണ്. വരയ്ക്കാം. ഞാൻ ലിപ്പ് നല്ലോണം സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരിക്കും പെയിൻറ്റിങ് ചെയ്യുമ്പോൾ. നമ്പർ 4 റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഫോക്കസ് ചെയ്തോ, ഇവിടെ കറക്റ്റ്. ഇപ്പം എനിക്ക് നിങ്ങൾക്കൊരു പുതിയൊരു അപ്ഡേറ്റ് തരാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നുപോയ ഒരു കാര്യമാണ്. ഫോക്കസ് ചെയ്യും. എനിക്കൊരു അപ്ഡേറ്റ് തരാണ്ട് ഞാൻ ജസ്റ്റ് നേരത്തെ ഒന്ന് മറന്നുപോയ കാര്യമാണ്. നമ്മളൊരു പുതിയൊരു ഐറ്റം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതാണ് സംഭവം. എന്താണ്? ക്യാമൽ അക്രിലിക് ഗ്ലോസ് മീഡിയ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കണ്ടോ, നിങ്ങൾ ലിക്വിഡ് ഉണ്ടോ അതിൻ്റെ അകത്ത്? ഒരു പാല് പോലെ ഇരിക്കുന്ന ലിക്വിഡാണ്. ഇതെന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇത് നമ്മുടെ പെയിൻറ്റിനൊപ്പം മിക്സ് ചെയ്യും. വെള്ളം മിക്സ് ചെയ്യണ പോലെ തന്നെ ഇത്
കുറച്ച് എമൗണ്ട് എടുത്തിട്ട് പെയിൻറ്റിനൊപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോസി ആയിരിക്കും നമ്മുടെ അക്രലിക് പെയിൻറ്റ്. അക്രലിക് പെയിൻറ്റ് സാധാരണ നിലയിൽ അത്രയും ഗ്ലോസി അല്ല, ഒരു മാറ്റ് ഫിനിഷാണ് ഉണങ്ങി കഴിയുമ്പോൾ ഉണ്ടാവുക. ഓയിൽ പെയിൻ്റാണ് കുറച്ചുകൂടി ഗ്ലോസി ആയിട്ടുള്ള പെയിൻറ്റ്, കാരണം അതിൽ ഓയിൽ മിക്സ് ചെയ്യുന്ന കാരണം. അക്രലിക്കിൽ ഓയിലല്ല, വാട്ടറാണ് മിക്സ് ചെയ്യുന്നത്, അതുകൊണ്ട് ഗ്ലോസി ആയിരിക്കില്ല, ഒരു മാറ്റ് ഫിനിഷാണ്. അപ്പോൾ അത് നമ്മൾ ഗ്ലോസി ആക്കാനായിട്ട് അക്രലിക് ഗ്ലോസ് മീഡിയം ആണ് യൂസ് ചെയ്യുക. ക്യാമലിൻ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. ഇത് നമ്മുടെ കളറിനൊപ്പം മിക്സ് ചെയ്ത് വെറുതെ പെയിൻറ്റ് ചെയ്താൽ മതി, സാധാ പെയിൻറ്റിനെ പോലെ തന്നെ. അപ്പോൾ ചുണ്ടിൽ എനിക്ക് ഡീറ്റെയിലിംഗ് കൂടുതൽ വേണം, ചുണ്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് ഗ്ലോസി ആവണം. അതിനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ അപ്ലൈ ചെയ്യണത്. എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇത് കുറച്ച് എമൗണ്ട് പാലറ്റിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഒഴിച്ച് വെക്കുക. ഇനി അവിടെ നമ്മൾ എടുത്താൽ മതി, പെയിൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്ക് പിടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ താഴെ ഒരു ഡാർക്ക് ലെയർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലിപ്പിൻ്റെ ആ പൊന്തി നിൽക്കുന്ന ഭാഗം ഇങ്ങനെ പാറ്റേൺ വൈസ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ ആ ചെറിയ ഹെയർസൊക്കെ നമുക്കത് വരയ്ക്കാം. പിക്ചറിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ ആ ക്യാൻവാസിൽ വരണം, എന്നാലാണ് ഹൈപ്പർ റിയലിസ്റ്റിക് പോർട്രേറ്റ് ആയിട്ട് തോന്നുള്ളൂ സംഭവം. എന്തിനാ വിരലിങ്ങനെ വയ്ക്കണമെന്ന് വെച്ചാൽ ആ ഒരു പെയിൻറ്റ് സെപ്പറേറ്റ് നിൽക്കാതെ അതൊന്ന് ബ്ലെൻഡായി ചെറുതായിട്ടൊന്ന് ബ്ലെൻഡായി പോകാനാണ്. ഇനി നമുക്ക് ഹൈലൈറ്റ് കൊടുക്കാം. ഗ്ലോസ് മീഡിയത്തിൽ വൈറ്റ് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് കൊടുക്കുന്നത്. ഡയറക്റ്റ് വൈറ്റ് അല്ല, ഞാൻ കുറച്ച് ലെമൺ യെല്ലോ ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രോസസ്സാണ് ഒരു പെയിൻറ്റിങ്ങിൽ ഹൈലൈറ്റ് കൊടുക്കുക എന്നുള്ളത്. ആ ഒരു പെയിൻറ്റിങ്ങിനെ ഒരു ലെവൽ ഉയർത്താൻ പോകുന്ന ഒരു പ്രോസസ്സാണ്. Someone